കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം വേറെ നമ്മുടെ രാജ്യത്തുണ്ടോ എന്നറിയില്ല. കാരണം ധാരാളം കൃഷിഭൂമികളും വിളവെടുപ്പ് അതാത് സമയങ്ങളിലുള്ള ആ കാഴ്ചപ്പാടുകളും കർഷകരും മീഡിയേറ്റേഴ്സും സിനിമാ തലങ്ങളിലാണെങ്കിലും കായിക പരുവത്തിലുള്ള എല്ലാ സംരംഭങ്ങളിലും സ്പോർട്സ് എല്ലാ സംഗതിയിലും നമ്മുടെ കേരളം എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതിലെ ചില സംഭവ വികാസങ്ങളാണ് നമ്മുടെ കേരളത്തെ ഇകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത്. അത് പല സമൂഹങ്ങളും ഇന്ന് കാര്യസാധ്യതയ്ക്ക് വേണ്ടി തൽക്കാല അഭിനയം പ്രകടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ വൈരാഗ്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും എല്ലാം വെച്ച് പൊറിപ്പിച്ച് നാടിനെ നാമാവശേഷമാക്കുന്ന പ്രതീതിയാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ നമ്മുടെ ഭാരത ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കൈകൾ നന്മയ്ക്ക് വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എപ്പോഴും അത് നമ്മൾ സ്മരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു നല്ല ഗവൺമെൻറ്റിനെ ഇവിടെ കിട്ടിയതുകൊണ്ട് ഏറെക്കുറെ ഇന്ന് രാജ്യം നശിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും പല ഏറ്റക്കുറച്ചിലുകൾ കാണും, അത് സ്വാഭാവികം. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിച്ചാൽ ലോകത്തിലുള്ള സകല രാജ്യത്തേക്കാൾ മതേതരമാണെങ്കിലും മറ്റ് ഒരുമ, ചില സ്വാരസ്യങ്ങൾ കൂടാത്ത ആ നല്ല ഒരുമ രാജ്യാന്തരങ്ങളായിട്ടും രാജ്യത്തിനുള്ളിലും എല്ലാം ഉള്ളത് ഇവിടെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ ലോകത്തിന് മുന്നിൽ നല്ലൊരു മാതൃകയായിരിക്കണം എന്ന് ഒരാഗ്രഹമുണ്ട്. എല്ലാവരും നല്ല കൂട്ടായ്മയോടുകൂടെ അതിന് പരിശ്രമിക്കണം. നമുക്ക് പക്ഷാഭേദങ്ങളൊന്നുമില്ല. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഇല്ലാത്തവൻ്റെത് ആ ദുഃഖം നമ്മൾ കണ്ടറിഞ്ഞ് ഉള്ളവർ സഹായിക്കുക. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വിഷമങ്ങളൊന്നുമില്ലാതെ ഈ മരണം എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മരണത്തിനുള്ളിലായിട്ട് പലതും ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയും. സ്നേഹം ശാശ്വതമായിരിക്കണം, അതിൽ കളങ്കം ഉണ്ടാവരുത്. അങ്ങനെ നമ്മുടെ ദൈവം, ഈ പ്രകൃതി തന്നെ നമുക്ക് വേണ്ട എല്ലാ സഹായഹസ്തങ്ങളും തരും. നമ്മളൊന്നായാൽ, നമ്മൾ നന്നായാൽ. നന്ദി, നമസ്കാരം.